ഇമോഷണലി ആവാണ്ട് അവിടെ കുട്ടി അങ്ങനെ ചൊല്ലണ്ട ബേച്ചിട്ടുണ്ട് പോകുമ്പോ ഇമോഷണലി ആവാണ്. next time പോവാ. ഓക്കേ ബൈ ബൈ. നീ ബസ് ഡ്രൈവർക്ക് എന്തായാലും ബസ് കിട്ടി. ഞാൻ വിചാരിച്ചു ബസ് പോയിന്ന 15 to 20 minutes ആറ് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 9:45 ആയിരുന്നു ഇവിടുന്ന് ബസ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 9:30 ആയിരുന്നു. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്ത് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബാംഗ്ലൂർക്ക് വന്ന ഡേയ്സ് എല്ലാം കഴിഞ്ഞു. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർക്ക് പോകുന്ന ഡേയ്സ് എത്തിട്ടോ. എത്ര പെട്ടെന്നാണ് 5 days ആയിട്ട് ഇവിടെ വന്നിട്ട്. സോ ഞാൻ 3 days വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടാൻ പറ്റില്ലായിരുന്നു റെഗുലർ. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ കണ്ടില്ല, ഇവരൊക്കെ റെഡിയായി നിൽക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സിസ് വരുന്നില്ല. എന്താ ഇവരൊക്കെ റെഡിയായി നിൽക്കാണ്. അപ്പോൾ നമ്മളെ ബസ് 9:47 ഇല്ല ആൻറ്റി വരുന്നുണ്ട്. ചൊല്ലുണ്ട് പുട്ടത് ആൻറ്റി വരുന്നുണ്ടോ? എന്താ ആൻറ്റി വരണ്ട? വരണോ? അതന്നെ വരണോന്ന്. അപ്പം ഇവിടെ ഉള്ള ബാഗൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ ബാഗ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത് ഇവരാണ് കേട്ടോ. ഇവർ വിചാരിക്കുന്നത് അവളും വരുന്നുണ്ടെന്ന് കൂടെ. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവൾ വരുന്നില്ല എന്ന്. പക്ഷെ പോകുമ്പോൾ എന്താണ് റിയാക്ഷൻ എന്ന് അറിയില്ല. ഒരുപാട് ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് വെറുതെ പറയാം. ഇതെന്താ ഈ ബാഗിൻ്റെ ഇവിടെ പോയതാണോ? ഇത് പോയാ ചുറ്റി ഇല്ല കൈവേദന ഇടുന്ന ചോബി. ഞങ്ങൾ പോകുമ്പോൾ നീ ബുൾപ്പിടുന്ന ഇല്ലല്ലേ ചോബി ഹാപ്പി ആയിക്കുന്ന. ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. നിങ്ങൾ എവിടെ ബാഗൊക്കെ ഇട്ട് റെഡി ആവുന്നേ? ടൈം ആയിട്ടില്ല. ടൈം ആയിട്ടില്ല. എൻ്റെ മൊബൈൽ ചാർജ് വെച്ചിരിക്കണം. എൻ്റെ മൊബൈൽ ടൈം ആയിട്ട് ഇന്ന് 30 minutes ഉണ്ടോ? ഞാൻ 30 minutes ബിഫോർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഓ ഓക്കെ. എന്താ പറയും? ആൻറ്റി ഔത്ത് വേണ്ട. ആൻറ്റി ഇങ്ങോട്ട് വരുന്നില്ലേ? വെറുതെ ആൻറ്റി നിങ്ങൾ പറയാണ്. ഓ എന്താ ഇതെന്താ ഉമ്മച്ചിന്ന്? അത് പോ എന്താ എന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് ഉള്ളിലേക്ക് എന്താണ് എന്ത് പറയേ? ബായിക്ക് ബല്ലിടല്ലേ? ബായിക്കെല്ലാം ബല്ലിട്ട് ബായ് എന്ത് ബല്ല് വെക്കുന്നേ? അവൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഉമ്മച്ചേ ഇച്ചു പൊട്ടിച്ചമ്മച്ചേ അങ്ങനത്തെ സംസാരമാണ്. നല്ല പ്രൊണൗൺസിയേഷനാണ്. അതാണ് കേൾക്കാൻ നല്ല രസം. ഒരു കൊഞ്ച സംസാരമല്ല, നല്ലതിന് കടുത്തൊരു വാക്കുകളുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംസാരമാണ്. അതൊരു നല്ല രസമാണ്. പെട്ടെന്ന് മനസ്സിലാവും സംസാരിക്കുമ്പോൾ. ഇത് 5 വയസ്സായിട്ടും ഇവൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊഞ്ചലാണ്, ഭയങ്കര കൊഞ്ചല. പിന്നെ മൈസൂർക്ക്. ചോബിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ചോബി വന്നു. അപ്പോൾ അത് മുടി വലിക്കുന്നു. ചോബിൻ്റെ പണി ഏതാണ്? മതി ഇങ്ങ് ഓവറാക്കണ്ട. ചോബി എന്ത് ചെയ്യുന്നു? ചോബി എന്തിനാ മോളിൽ കയറിയേ? അപ്പോൾ 1/2 മണിക്കൂറിൻ്റെ പണിയാണ് കേട്ടോ ഇവിടെ ഇവർ വ്ലോഗ് എടുക്കാം. എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് വീഡിയോയിൽ. അങ്ങനത്തെ ഉമ്മച്ചിനെ നിന്റെ ഡ്രസ് ഫുള്ള് ചന്ത കണ്ട്. അതെവിടെ നിന്ന് വാങ്ങി ഡ്രസ്സ്? സിഗ്മ ഷോപ്പോ പടപ്പങ്ങനത്തെ വിഷാമാട്ടിന്ന് ഇത് വിഷാമാട്ടിന്ന് ഇവർക്ക് 2 മണിയാനും. പിന്നെ സുപ്ര ഷോപ്പ് അവൻ കാറിലേ ഉള്ളത്. കാറിലെണ്ണ ടൊയോട്ട ഷോപ്പിൽ നിന്ന് ടൊയോട്ട വാങ്ങിയിട്ടില്ല എന്ന്.
സൂപ്പർ കർവ് കർവ് ഷോപ്പില് കർവ് എത്ര തന്നെ കർവ് ഷോപ്പ് ചോബിക്ക് ഏതാ ഇഷ്ട ചോബിക്ക് എന്ത് ഇഷ്ട ചോബിത് ഹൈറ്റ് ആവാൻ വേണ്ടി ഇതാണ് കല് ചോബിൻ്റെ എപ്പോൾ നോക്കിയാലോ നേലിക്കൊണ്ടിരിക്കാം ചോബിക്ക് എന്ത് ഇഷ്ട ടാറ്റ കർവ് ഇഷ്ടമാണോ ചോബി ചോബി നമ്മൾ 8:24 ആയോ ഇവിടുന്ന് 8:45 റെഡി ആവണം കണ്ടിരിക്കുകയാണ് പശ്മിന ഹീറോയിന് പോകുമ്പോൾ സന്തോഷത്തിന് വേണ്ടി അവിടെ ഇതാ ഇത് നടക്കണം കേട്ടോ എന്താണ് പറയാ ഫെയർ വർക്ക്സ് ഓതവിടെ നടക്കുന്നുണ്ട് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവേ റബ്ബേ ഓതവിടെ ഇവിടെ കാണുന്നില്ല കേട്ടോ കണ്ടോ ഫെയർ വർക്ക്സ് നടക്കാൻ നമ്മൾ പോകുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് പടക്കം നോക്കിവിടെ ഇവരെ കണ്ടോ അവിടുന്ന് കണ്ട രസം അയ്യോ പല്ല് കാണിക്കല്ലേ കുഞ്ഞോ ഹായ് ഹായ് CC ക്യാമറ ആണ് ഇത് ഹായ് എന്ന് പറയാണ് ഇത് CC ക്യാമറ എപ്പാണ് അങ്ങനെ എല്ലാക്കരുത് ആൾക്കാർ ഇതിനൊക്കെ എന്താവുന്നു കൈസ് നിങ്ങൾ പാട് ഡിഗ്രിക്ക് പാസ് നല്ല രസമായിട്ട് ആക്കണം ഡിഗ്രിക്ക് മാസ്ക് മ്യൂസിക് വയ്ക്കായിരുന്നു പക്ഷെ മ്യൂസിക് വെച്ചാലുണ്ടല്ലേ ഇതിന് മ്യൂസിക് വയ്ക്കായിരുന്നേ ബട്ട് മ്യൂസിക് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ചോപ്പിടാൻസൊക്കെ ാണ് കണ്ട കൈസ് ഇതാണ് ആൺകുട്ടികളല്ല ഇപ്പത്തെ പോക്കറിങ്ങല്ലെന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടികളാണ് ഇതൊക്കെ എനിക്ക് പേടിയാണ് ആലോചിക്കും പേടിയാണ് ഇവിടെ നിന്നുണ്ടല്ലോ ഇങ്ങനെ നേലെന്ന് നോക്കുമോ ഞാൻ കാണിച്ചാൽ പെണ്ണ് നോക്കിയിട്ട് അമർന്നുണ്ട് കാണിക്കാം ഏട്ടത്തി വാതിലെടുക്കുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ അടിക്കാണ് എന്താ വെച്ചത് ഇവിടെ കാല് വെച്ചിട്ട് ഇവിടുന്ന് താഴെ ഇവിടെ ഡൗൺ നോക്കാണ് എനിക്ക് പേടി ഇപ്പം ഞാൻ വരുമ്പോൾ എന്തോ പുറത്തേക്ക് ഇങ്ങനെ വാതിൽ തുറന്ന് വന്നതാണ് തുറക്കുമ്പോൾ ഇവിടെ വരെ കാല് പൊക്കി അങ്ങോട്ട് നോക്കാം ഭയങ്കര ഡേഞ്ചർ ഞങ്ങൾ പെൺകുട്ടികൾ പാവാണ് അടങ്ങി ഒതുങ്ങി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട കേട്ടോ എല്ലാവരും കണക്കണ്ണെ ചോട്ടത് വേഗം ചോട്ടത് എവിടെ പോകുന്നു ചോബി എടുക്ക ചോബി വരാൻ നിൽക്കുന്ന കൈസ് ചോബി വരാൻ നിൽക്കുന്നു എവിടെക്കാണ് ചോബി വരാന്ന് നീ എടുക്ക എവിടെ ഷോപ്പിക്ക് നീ പോകുന്നേ നീ എവിടെ ഷോപ്പിക്ക് നീ എവിടെ ഷോപ്പ് ആ കാല അതല്ല ആ കാല യെസ് അപ്പോൾ ഷൂ ഇടാൻ പഠിപ്പിക്കുന്നു മൊയ്ച്ചത് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ ഓല ബുക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ ഗൈസ് പറയ് എന്ത് പറയും ഗൈസ് അവനക്ക് ഷൂ ഇടാൻ പറ്റുവേ ഏത് ബാഗടി അത് എടുക്കണോ മൊയ്സാണ് ചോബി റെഡിയായി നിൽക്കാണ് ബാംഗ്ലൂർ വരാൻ വേണ്ടി ചോബി റെഡിയായി ബാംഗ്ലൂർ വരാൻ അട്ട് തന്നെ ഇമോഷണലി ആവാണ്ട് അവിടെ കുട്ടികൾ അങ്ങനെ ചൊല്ലണ്ട ബേച്ചിട്ടുണ്ട് പോകുമ്പോ ഇമോഷണലി ആവാന അവിടെ ആന്റിയും എന്തിനാ ഭയങ്കര ഇമോഷണലി ആവാണ് ചോബി
അടിച്ചിട്ടില്ലേ എന്നെ കൊറേ അടിച്ചില്ലേ, എന്നെ കൊറേ കാട്ടിയില്ലേ, എന്നെ കൊറേ വെറുപ്പിച്ചില്ലേ. ബൈ ബൈ, നമ്മൾ പോണ്ടേ. ആന്റി വരുന്നില്ല. ആന്റിനെ വെറുപ്പിച്ചു, ആന്റിനെ അടിച്ചു, കൊറേ അടിച്ചു. ആന്റിനെ അടിച്ചു, വെറുപ്പിച്ചു ആന്റിനെ. അപ്പൊ ഞാൻ വരുന്നില്ല. നമ്മള് ചോബിനെ നീ അടിച്ചില്ലേ, ചോബിനെ അടിച്ചു നീതാ. ചോബിനെ ഇമോഷണലി ആവാണ് രണ്ടാളും. തടി ചോബിനെ ആയിട്ടില്ല. മെല്ലെ മെല്ലെ കരയരുത്, എല്ലാം കരയാതെ ഇടണം. ഊറൂറും ആ പെണ്ണ് നമ്മളെ തന്നെ വരുന്നട്ടോ. ചോബി നമ്മൾ തന്നെ നീച്ചു പോയപ്പോഴത്തേന് ആ ഉണ്ട്. പോ നീ പോ. ചോബി എടുക്ക്. ഇവിടെ ഷോപ്പിക്ക് നമ്മൾ അവർക്ക് പോന്നു. ആ ചോബി ബായ് ടാറ്റാ. നമുക്ക് പോവാ, സെപ്റ്റംബർ പോവാ. സെപ്റ്റംബർ ബൈ വരെ. ചോബി ചിരിക്കി. സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്. ഡോഗിനെ നോക്കാണ്. ഇവിടുത്തെ പ്രശ്നം വേറെ ഒന്നല്ല, ഇതാ ഡോഗിന്റെ പ്രശ്നം. രണ്ടാൾ ബാഗ് എടുത്തിട്ടില്ല, വേറെ ഒന്നും മറന്നിട്ടില്ലല്ലോ. ആണെ നമ്മൾ ഓല ബുക്കിംഗ് സിസ്റ്റമായിട്ട് ഓല ബുക്കിംഗ് വന്നു. എൻ്റെ ബാഗിൻ്റെ കൈ പോയിക്കാണ് വീണ്ടും. സോബിൻ്റെ ഹാപ്പി നോക്ക് ഗൈസ്. സോബി നമ്മൾ പോകുന്നവർ ഹാപ്പി. വാ വാ മൂവി. സോബിൻ്റെ ഒരു ചിരിയ വരാ. അതെ കാര്യം. ഹലോ വന്ന തിരിച്ച് വേണ്ട കാണ്ട്രി. ഏട്ടത്തിൻ്റെ ഒച്ച കേട്ടിട്ട് പേടിച്ചിട്ട് ഡ്രൈവർക്ക് വയ്യ. ചോബിൻ്റെ അതിൻ്റെ OTP നോക്കണം കേട്ടോ. HP ഫോൺ കൊടുക്കട്ടോ. നിക്കടാവൂല നീ ബാഗ് പിടിച്ചോ, കൈ പിടിച്ചോ. ഇതെല്ലാം വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാവൂല, പ്ലസ് ഇല്ല. കൈ പിടിച്ചോ. അതെടുത്തിട്ട് അത് വലിയ ബാഗാണ്. പൊക്കേറ് പിടിക്ക് പോ കേറ്. അതെ ഇഷ്യൂ മുയിച്ചിട്ട് കണ്ടിട്ടില്ല. ഇഷ്യൂ എന്താ 10 എന്ത് ഇഷ്യൂ മൊബൈൽ എന്തൊക്കെയാണ് ചോബി. വായ് ഇപ്പുറത്ത് പാടി. HP ಪೆಟ್ರೋಲ್ ಬಂಕ್ ಅವ ಬ್ಯಾಪನಹಳ್ಳಿ ಟಿನ್ ಫ್ಯಾಕ್ಟರಿ. ಬಾಯ್ ಚಪ್ಪಿ ಮೊಯ್ಜೆ ಇಶು ಮೊಬೈಲ್ ತಾ ಎവിടെ ಅತ್ತೆ ಅದಿನ OTP ಚಲೋ OTP ಹೇಳ್ತಾನೆ 4811 ಡೋರ್ ಬೂನ್ರಲ್ಲಿ ಡೋರ್ ಬೂನರು ಚೋಬ್ ಗೊತ್ತಿದೆ ಬಿಡಿ ಡೋರ್ ಅಂತ 4811 ಚೋಬಿ ಇದರಿ ಬಾಯ್ ಟಾ ಚೋಬಿ ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಪೋವಾ. ಓಕೆ ಬಾಯ್ ನೀ ಬಸ್ ಡ್ರೈವರ್ ಒಂದು ಕಾಲ್ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ചോബി നോക്കുന്ന റബ്ബേ കഥ. ഓക്കെ ഓക്കെ അടി ഞാൻ പോയിട്ട് ഇതാക്കണം. ഓക്കെ 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 ഡാ. അങ്ങനെ കഴിച്ച് ശോഭി ഇവിടെ നിന്ന് നല്ലോണം ചിരിച്ചിട്ടെല്ലാം പോയതല്ല. അവിടുന്ന് വീട്ടിൽ പോയിട്ട് ഭയങ്കര കടച്ചുള്ള ബഹളമാണ് എത്ര. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ആക്കിയിട്ട് അയക്കിന്ന് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവളെ ഇരിക്കാൻ വിട്ടിട്ടില്ല. എന്തിനാ എൻ്റെ കൂട്ടി പോയില്ല, എന്തിനാ എൻ്റെ വിട്ടു പോയെന്ന്. ഞാൻ ഇവളെന്താ സൈലൻറ്റ് എന്തൊക്കെ അറിയാത്ത നോക്കുന്നത്. ഇവള് ഇവള് നമ്മൾ വണ്ടിയിൽ ഇരിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസമായിരിക്കും. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചത് വീഡിയോ വന്നിട്ടോ. മൈ ഗോഡ് ഇത് അവസ്ഥ നോക്കേ.
ഫുള്ള് കരച്ചിലാണ്, ഫുള്ള് കറങ്ങി ഷോളൊക്കെ അടിച്ചടിച്ചടിച്ച് കരയാണ്. എന്താ ചെയ്യല്ലേ? നിക്ക് 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 കാണിക്കാം. എന്താ ചെയ്യാ? പുട്ടുള്ളല്ല എന്താ ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പോകുന്ന സമയത്ത് പോകണം. കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ അടുത്തടുത്ത് വീട് ഇരിക്കണം, ഒരുപാട് ലോങ് ഇരിക്കാൻ പാടില്ല. അവർ വലുതായ ശേഷം നമുക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല. ചെറുപ്പ കുട്ടികളാണെങ്കിലും പിന്നെ ഇവർ കുട്ടികൾ അടിയാക്കിക്കൊണ്ടേയിരിക്കും. അവർ മൂന്നും ബുദ്ധിയില്ലല്ലോ, രണ്ടെണ്ണ ചെറുതെണ്ണ. അവളും ഇവൻ മൊയ്തന് ഭയങ്കര അടിയാണ്, സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്, അടിയുമാണ്. ഭയങ്കര വരുമ്പോൾ ഭയങ്കര സങ്കടമായി, അങ്ങനത്തെ ഇത് കാര്യമായി. അപ്പോൾ നമ്മൾ നേരിപ്പോൾ ബസ്സിൻ്റെ അവർ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ പോവാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെ 5 days എങ്ങനെ പോയിന്ന് അറിയില്ല, പെട്ടെന്ന് പോയിട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടോ, ബസ് സ്റ്റാൻഡ് വന്ന് നിൽക്കുകയാണ്. ഇതാണ് ടിനി ഫാക്ടറി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരുപാട് ബസ് വന്ന് നിൽക്കുന്നത്. യുവർ പ്ലേസ് അവിടെയാണ് വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഭൈരവഹല്ലി, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് വന്നത്. ബസ് ഉണ്ടല്ലേ, യാ റഹ്മാനെ തമ്പ്രാണ്. മിസ്സായിട്ടോ, മിസ്സായപ്പോൾ അതന്നെ 4342 അല്ല, 343 ഇതേ 4343 അങ്ങനെ ഞങ്ങളെ ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. യാറൊക്കെ ഇനി എഷ്ടായിരിക്കും ചൂട് പറിച്ചൽ എത്ര ഉണ്ടോന്ന് അറിയില്ല. മഞ്ഞ എത്രയായി പറയൂ, എത്രയായി പറയൂ, എത്ര പറയൂ? 100 ഫൈനൽ ഗൈസ് നമ്മൾ ബസ്സിൽ വന്നിട്ടോ. എന്താന്ന് വെച്ചാൽ ഗൈസ് ലൊക്കേഷൻ മാറിയതാണ് കേട്ടോ. ലൊക്കേഷൻ മാറിയിട്ട് യാറപ്പേ അവർ പറഞ്ഞ ലൊക്കേഷനിലല്ല, നമ്മൾ ഗൂഗിൾ മാപ്പ് വിശ്വസിച്ചിട്ട് ലൊക്കേഷൻ തരുന്നത്. എനിക്കിവിടെ അറിയില്ല, ലേട്ടത്തിന് എത്ര അറിയുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇവർ നമ്മൾ 15 minutes വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ പ്ലേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇവർ പിന്നെ വേറെ സ്ഥലത്ത് വന്ന് സ്റ്റോപ്പ്. അപ്പോഴേക്ക് നമുക്കൊരു മലയാളി ഓട്ടോ ഡ്രൈവറാണ് കിട്ടിയത്. അതിൽ പെട്ടെന്ന് ഒരുപാട് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. മാപ്പൊക്കെ നോക്കുമ്പോൾ 15 to 20 minutes കാക്കുന്നതാണ്. അപ്പോൾ ബസ്സിൽ 15 to 20 minutes ആണ് മാപ്പിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ട്രാഫിക്കിൽ. എങ്ങനെ ആ ഡ്രൈവർ കയറി വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. മലയാളിയാണ്, വളരെ നന്ദിയുണ്ടോ. അറ്റ്ലീസ്റ്റ് എനിക്കൊരു താങ്ക്സ് പറയാൻ പറ്റില്ല, അത്രയും അത്യാവശ്യമായിട്ട് ഞാൻ ഓടിയെത്തി. ഞാൻ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് 100 rupees മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് തന്നെ സങ്കടമായി. എത്ര കയ്യിൽ ഉള്ളെത്ര തന്നാൽ മതി. കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടായിരുന്നു എമൗണ്ട്. ബാഗിൽ നിന്ന് എടുക്കാനുള്ള ടൈമില്ല. പിന്നെ ബസ്സിൻ്റെ ആൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അവർക്ക് ടൈം ആയല്ലോ, അവർ ടൈംക്ക് ഓൺ ദി ടൈം അവിടെ റീച്ച് ആവണമല്ലോ. അപ്പോൾ അവരെങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഡ്രൈവർ ഇപ്പോൾ ചീത്ത പറയുമായിരിക്കും ഞാൻ വെക്കുന്നത്. അപ്പം പറഞ്ഞു ബസ്സിൽ കയറുമ്പോൾ തന്നെ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ, നിങ്ങൾ ഗൂഗിൾ മാപ്പല്ലേ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എന്തായാലും ബസ് കിട്ടി. ഞാൻ വിചാരിച്ചു ബസ് പോയിന്ന 15 to 20 minutes വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 9:45 ആയിരുന്നു ഇവിടുന്ന് ബസ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 9:30 ആയിരുന്നു. നമ്മൾ ആ ടിൻ ഫാക്ടറിയിൽ ലൊക്കേഷൻ തെറ്റിയിട്ട് പിന്നെ അവർ വന്നിട്ട് അവരെ ലൊക്കേഷനിലാണ് നിന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. 9:45 വരെ വെയിറ്റ് ചെയ്ത് നമ്മളവിടെ കാണുന്നില്ല. ഫൈനലി അങ്ങനെ ബസ് കിട്ടി, അൽഹംദുലില്ലാ. നമ്മൾ വീട്ടിലുള്ളതുപോലത്തെ ബെഡ്ഷീറ്റൊന്നും യൂസ് പറയാം. എന്തായാലും ഓക്കെ, അൽഹംദുലില്ലാ ബസ് കിട്ടി. ലാപ്ടോപ്പുണ്ട്, ബാഗ്, പിന്നെ എൻ്റെ ബാഗൊക്കെ പെട്ടെന്ന് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചെക്കന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇറങ്ങി ഉടനെ ആ ഫോണിൽ ആരാ സംസാരിച്ചത്, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കാൻ ആരാ സംസാരിച്ചതെന്ന്. അപ്പോൾ പറയാം അത് ഡ്രൈവറാണ്, കുറച്ച് ലേറ്റായില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ മെയിൻ ഓഫീസിൽ നിന്ന് കോൾ വന്നു. അവർ പറഞ്ഞു മേഡം നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഡ്രൈവറിനെ ഞങ്ങൾ ശരിയാക്കി, കുറേ പെട്ടെന്ന് പോയിക്കോ, ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഗുഡ് സർവീസാണ് കേട്ടോ. ലേറ്റായി എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ വല്ലൊന്നും ചീത്തൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റുണ്ടോ ഇവർ എന്താ പറയുക, ബസ്സാണെങ്കിലും കണ്ടില്ലേ. നമ്മൾ വന്ന ബസ്സും ഇതുണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാമായിട്ട് കൂളായിട്ട് പോവാം. ഇഷ്യൂ ഉറങ്ങുന്നുണ്ട, ഉറങ്ങുമ്പോൾ അതൊന്ന് ഇതാക്കണം കേട്ടോ. ഹാപ്പിയായ ബസ്സിൽ കയറിയിട്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഫൈറ്റ് എല്ലാം ആക്കരുത് കേട്ടോ.
കുറച്ച് വീട്ടിൽ പോയിട്ടൊക്കെ ഇറങ്ങണം. ഞമ്മളെ വീട്ടിൽ പോയിട്ട് ഉമ്മ ബാക്കിലുണ്ട്. അപ്പോൾ ഉമ്മാക്ക് നമ്മൾ സിംഗിൾ സീറ്റ് എടുത്തിട്ടാണ് കേട്ടോ. നമ്മൾ ഡബിൾ സീറ്റ് എടുത്ത് ഉമ്മക്ക് സിംഗിൾ സീറ്റ് എടുത്തു. കാരണം ഇവർ രണ്ടാൾ വലുതായില്ലേ. ഇനി നമ്മൾ ഫസ്റ്റൊക്കെ 2 സീറ്റ് എടുത്തിട്ട് കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വലുതായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ആയത്തുൽ കുർസിയൊക്കെ ഓതിട്ട് ഒരു 11 ആയത്തുൽ കുർസിയൊക്കെ ഓതിട്ട് ഇവർ രണ്ടാൾക്ക് ഓതിട്ട് ഞാൻ ചോബിൻ്റെ വീട്ടിലാണ്. ചോബിന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ വീട് ഷിഫ്റ്റിങ് അത് ഇതൊന്നൊക്കെ ആയിട്ടുണ്ടല്ലോ, വരാനുള്ള ഒരു മൂഡ് എൻ്റെ മൈൻഡിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ വന്നിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു മൂഡായിട്ടൊന്നുമില്ല. ഫുള്ള് ടെൻഷനായിരുന്നു, മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. എന്തിനാ വന്നേന്നൊക്കെ തോന്നിയ നിമിഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടാളും അവളൊക്കെ അടിയെല്ലാം വയ്ക്കുന്ന സമയത്ത് ഒന്ന് വീട് ഷിഫ്റ്റായിട്ട് എല്ലാം റെഡി ആയ ശേഷം കുട്ടികളൊക്കെ സാവകാശമാക്കിയിട്ടൊന്ന് കറങ്ങാണ് പിടിക്കാൻ അങ്ങനെയൊക്കെ വരണം എന്നുണ്ടോ. ഈ പ്രാവശ്യം വന്നത് അത്ര ഒന്നും എനിക്ക് ഹാപ്പിയൊന്നും ആയിട്ടില്ല. ഇവിടെ വന്നിട്ട് എൻ്റെ തലയിൽ 100 വട്ടം വർക്കായിരുന്നു, 100 വട്ടം തിങ്കിങ്ങായിരുന്നു. എന്നാൽ നമുക്ക് നമ്മൾ വീട്ടിൽ നാളെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഗുഡ് നൈറ്റ് കേട്ടോ, ബൈ. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഉറങ്ങിയ ശേഷം ഒരു ചായ കുടിക്കാനുണ്ടോ, ഞാനും ഉമ്മ ചായക്ക് കുടിക്കുന്ന വീഡിയോ എടുക്കും. ബാ. അപ്പോൾ ഗുഡ് നൈറ്റ്. അവര് തന്നെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമായിരുന്നു. വന്നിട്ട് ഞാൻ ആ കുട്ടികളെ കയ്യിൽ പിടിക്കുന്നതും പിന്നെ ഉമ്മ നമ്മൾ എത്തുന്ന ഒരു 5 മിനിറ്റ്സ് അടുത്താകുമ്പോഴാണ് നമുക്ക് അറിഞ്ഞത്. ബസ്സിൽ വന്നതേ അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് നല്ല വർക്കായിരുന്നു, നല്ലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ബസ്സിൽ. അങ്ങനെ നമുക്ക് എൻ്റെ അടുക്ക് എണീച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് അവിടെ പോയിട്ട് വരങ്ങിയിട്ട് ബസ്സിൽ വരങ്ങിയിട്ട് എണീച്ചത് രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെയാണ്. അതുവരെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് രാവിലെ 5 മിനിറ്റിൽ അങ്ങനെ ചെറുപ്പിട്ടു, അങ്ങനെ ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ടും ഇറങ്ങി വന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡേ ഇല്ലായിരുന്നു, ഫുള്ള് ടയേർഡായിരുന്നു. കാരണം കുട്ടികളായിട്ട് വരല്ലേ, കുട്ടികളൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഇതെന്നൊക്കെ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് മൊയ്സിന് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ നമുക്ക് പോവാം, ആൻറ്റീൻ്റെ വീട്ടിൽ പോവാം, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അവർക്ക് എന്താ വെച്ചാൽ ഇവിടെ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നടക്കല്ലേ. ഇവർ വീട് നോക്കുമ്പോൾ തന്നെ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നടക്കല്ലേ. അവർക്ക് വീട് നോക്കുമ്പോൾ തന്നെ വെപ്രടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ റൂമുണ്ടല്ലോ, ഞാൻ ഉറങ്ങുന്ന റൂം, അത് മാത്രം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവരെന്താക്കുന്നു, അവിടെ എണീച്ചിട്ട് ഞാൻ വന്ന ഉടനെ പറഞ്ഞു നിങ്ങളെന്നും നോക്കണ്ട, ഉമ്മ ചായ വയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടെ 5-6 ദിവസം പൂട്ടി വെച്ച ആ വീടാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ വീണ്ടും വാഷ് ചെയ്തിട്ടെല്ലാകുമ്പോൾ എല്ലാവരും ടയർഡായിരുന്നു. അങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ നോക്കി ഇവിടെ ഈ റൂമിൽ വെച്ചിട്ട് അവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വിശാൽ മാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന തിന്നാനൊക്കെ ഇവിടെ ഷെയറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാങ്ങിയിരുന്നു കേട്ടോ. അവിടെ ഫുൾ ആൾ കഴിച്ചിക്കണ്. അപ്പം ഇതാര് ഡാർക്ക് ഫാൻറ്റസി ആര് വാങ്ങിയത്, നീയാണോ മുയിഷാണോ? നീ ഇഷു വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ സേഫായി നിൽക്കുകയാണ്. പിന്നെ മൊയ്സ് വാങ്ങിയ ഫുഡ് തിന്നുന്ന ഐറ്റംസ് ഒക്കെ അല്ല അവിടെ തന്നെ തീർന്നിക്കണം കേട്ടോ. മൊയ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ശീലമില്ല. അവന് തിന്ന മറ്റുള്ളവർക്ക് തിന്നിപ്പിക്കുക, അങ്ങനത്തെ ഒരു ശീലമാണ്. നല്ലതാണ്, പക്ഷേ സംടൈംസ് അത് അപ്പം തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ, അതിനൊരു ടൈമിങ്സ് ഇല്ല തിന്നുന്നതിന്. ഇപ്പോൾ ഫുഡ് കഴിച്ചു, അത് പൊട്ടിക്കാം, പൊട്ടിക്കുക. എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കുന്നത് തീരെ ഇഷ്ടമല്ല. എത്ര തന്നാലും നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാതെ ഇരിക്കുക. ഫുഡ് വേസ്റ്റ് ആക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബർക്കത്തുള്ളത്. പിന്നെ കുട്ടികളല്ല, അവർക്കറിയില്ല, ഇനി പഠിച്ചുകൊണ്ട് വരണം. ഓക്കെ, എന്തായാലും നമുക്കിനി രാത്രിയിലത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഷിഫ്റ്റിംഗ് ഉണ്ടോ, ഞാൻ ഒരു വീട് കാണാൻ പോയിരുന്നല്ലോ. അപ്പോൾ ആ വീടാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഓക്കെ ആക്കിയത്. ബിക്കോസ് വേറെ വഴിയില്ല. നല്ല ഓണറാണ്, ജെന്യൂൻ ഓണറാണ് അവിടുത്തെ. ഡയറക്റ്റ് ഓണറിൽ നിന്ന് കഴിയുന്നതാണ്. ലീസുകൊക്കെ ഇവിടെ വീടെടുക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ലീസിലൊക്കെ എല്ലാവരും പറയുന്ന കേട്ടോ, ലീസിലൊക്കെ വീടെടുക്കാം നോക്കണം എന്നൊക്കെ. വീട്ടിലൊക്കെ ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. വെറുതെ നമ്മൾ ലോൺ എടുത്തിട്ട് വീടെടുക്കേണ്ടെന്ന് റിസ്ക് എടുത്തിട്ടാണ് ലീസിൽ പോകുന്നത്. പക്ഷെ നമ്മൾ ലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അവർ ഓണേഴ്സിന് ഒരുപാട് ലോണൊക്കെ ഉള്ള വീട് നമ്മളെടുത്തിട്ട് ലീസിക്ക് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് അത് ഇതൊന്ന് പ്രശ്നമാവുന്ന പകരം അങ്ങനെ ഒരുപാട് ആൾക്കാർ റെൻറ്റുകല്ലല്ല, നമ്മൾ ലീസുകല്ലേ പോകുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ അത് നോക്കൂ ഇത് നോക്കൂ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ വീഡിയോ നോക്കിയത് കുറച്ച് എനിക്ക് സംശയം പോലെ ഉണ്ടായിരുന്നു.
ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു 15,000 to 1 lakh അവർക്ക് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത ശേഷം മാത്രമേ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എനിക്കത് ഒരു നല്ല ലക്ഷറി ലുക്കുള്ള ഒരു വീടാണ്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെ ഇവിടെ എന്തോ ഒരു സംതിങ് ഇസ് ഫിഷ് എന്ന് പറയുള്ളൂ അതുപോലെ ഉണ്ടായിരുന്നു. സോ ഞാനത് ഒരുപാട് ട്രൈ ചെയ്ത് ആ വീട് തന്നെ വേണമെന്നുള്ളത്. സോ എന്തോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അവിടുത്തെ സെറ്റപ്പ് അത് ഇതൊന്നൊക്കെ ആയിട്ട്. അപ്പോൾ സെക്കൻഡ് വൺ ഞാൻ പിന്നെ പോയിട്ട് ഒരു ഫോർത്ത് ടൈംസ് നോക്കിയ ഒരു വേറെ വീടായിരുന്നു. അവിടുത്തെ ഓണർ ജെന്യൂൻ ആണ്, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓണറാണ്. അപ്പോൾ ആ ഒരു ഓണറാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, നല്ലോണം സംസാരിച്ചു. പിന്നെ സംസാരിച്ചല്ലാതെ നമുക്കൊരു ടോക്കൺ ഇടാസും അത്ര ഒന്നും കേൾക്കൊന്നുമില്ല. നമ്മൾ കൊടുത്തത് 1,000 ആണെങ്കിൽ 1,000, 2,000 ആണെങ്കിൽ 2,000 അത് കൊടുത്ത ശേഷം അവർ ഡോക്യുമെൻ്റൊക്കെ അയച്ചു തരുന്നുണ്ട്. തന്നിട്ടതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ആ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അതിൽ നമ്മൾ ലോയർ പോയിട്ട് അവർ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ലോയർ പോയിട്ട് ഈ ഡോക്യുമെൻ്റൊക്കെ കാണിച്ചിട്ട് ക്ലിയർ ചെയ്ത ശേഷം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യാം, ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആ ഒരു ഓണർ നമുക്കൊരു എന്താ പറയുക ഒരു ജെന്യൂൻ പോലെ കണ്ടുകൊണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ പോയിട്ട് കുറച്ച് അന്വേഷിക്കുന്നത് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പോവും. പിന്നെ ടോക്കൺ അഡ്വാൻസ് 2,000 3,000 ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് വന്നിട്ട് ലോയറിനോട് കൊടുത്തിട്ട് വീട് വാങ്ങണോ വേണ്ടെന്ന് നമ്മൾ ലോയർ പറഞ്ഞ ശേഷം ആ വീട്ടിൽ നമ്മൾ വാങ്ങാൻ മീൻസ് ലീസിക്കാണ് കേട്ടോ, പണിക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയും നിങ്ങൾ ഇപ്പോൾ ഉള്ള ക്യാഷ് എന്ന് വെച്ചാൽ കടം കിടക്കുക അതൊന്നല്ലല്ലോ. ഇപ്പോൾ ഉള്ള ക്യാഷ് കൊണ്ട് എവിടെയെങ്കിലും 10 സെൻസ് സ്ഥലം എടുത്ത ശേഷം റെൻറ്റിക്ക് പോയിക്കൊന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥലം എടുക്കുന്നതും റെൻറ്റിക്ക് പോകുന്നതും ഇല്ലെങ്കിൽ ലോണിൽ ഒരു ഓൺ ഹൗസ് പർച്ചേസ് ചെയ്യുന്നതും എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ റെഡി അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കണം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്ക് ആവട്ടെ ലോണെന്ന് പറയുന്ന സംഭവം നമുക്ക് വരാൻ പാടില്ല, ടെൻഷൻ കയറാൻ പാടില്ല ലോണിലത്തെ. നമുക്കൊരു നല്ല അത്യാവശ്യം ജോലിയുണ്ട്, എൻ്റെ ബ്രദറിന് നല്ല ജോലിയുണ്ടോ, നമുക്ക് അങ്ങനെയുള്ളൊരു ഓരോരോ ജോലികൾ നമ്മൾ സെറ്റായി നിൽക്കുകയാണ്. റെൻറ്റ് പോയിക്കോ, ലീസ് റിസ്ക് ആണോ? യെസ്, ലീസ് റിസ്ക് ആണ്, ഓഫ് കോഴ്സ് ലീസ് റിസ്ക് ആണ്. അപ്പം റെൻറ്റ് പോകുന്ന പകരം നമുക്ക് ലോണിൽ തന്നെ വീടെടുക്കല്ലേ. ലോണിലാണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ സ്വന്തമാണ്. റെൻറ്റ് കൊടുത്തത് നമുക്കൊന്നും കിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇത്തിരി നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടോ, ആ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലോണിൽ ഒരു ഹൗസ് എടുക്കുക, ഒരു ഹോം നല്ല ലക്സറി അപ്പാർട്ട്മെൻറ്റ് എടുക്കുക. ബട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ ഞാനും റെഡിയല്ല, എൻ്റെ വീട്ടുകാരും റെഡിയല്ല, ലോണൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് ഓൺലി വിതിൻ 2 years ഇൻഷാല്ല, വിതിൻ 2 years തന്നെ നമ്മൾ വീട് വയ്ക്കും. അതിൻ്റെതായ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട്. അത് കുറച്ചൊക്കെ ഡിലേ ആകുമ്പോഴാണ് നമ്മൾ ലീസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ല എല്ലാം ദുആ ചെയ്യുക ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. ജസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഈ കാര്യം പറഞ്ഞത് ഞാൻ. ഓക്കെ, ഇനി ഇന്നലത്തെ രാവിലത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ബാ. നമ്മൾ മാത്രമെങ്കിൽ കട്ടനാണ്, നമ്മൾ കട്ടൻ പ്രിയർ, ഉമ്മ ചായ പ്രിയർ. അപ്പോൾ സെയിം വന്നിട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ മാത്രം എടുത്ത് തിന്നരുത് കേട്ടാ. സബർ വേണ്ട, ഞാൻ കയ്യിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇടട്ടെ. 3 എത്ര മാങ്ങ വേണമെങ്കിൽ എടുക്കുക. മാങ്ങ എന്ന് പറഞ്ഞാലായട്ടെ ഇവിടുത്തെ കുട്ടികൾക്ക്. മാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? തന്നെ ഇട്ടേട്ടാ, ഫുള്ള് ചൂട് വേണ്ട.